ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കൊക്കെ കഴിക്കാം, സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന പഴത്തിൻ്റെ ടേസ്റ്റിനനുസരിച്ചായിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു കേക്ക് ഉണ്ടായിരിക്കുക. നേന്ത്രപ്പഴത്തിന് പകരം ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ ചെറുപഴം ഉപയോഗിക്കാം, അതുപോലെ തന്നെ റോബസ്റ്റ പഴം ഉപയോഗിക്കാം. പഴം ആയിരിക്കണം എന്ന് മാത്രമാണ്. അപ്പോൾ ആ പഴം ഏതാണോ അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഈ കേക്കിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അതുപോലെ തന്നെ നന്നായിട്ട് പഴുത്ത പഴം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല പഴുത്ത പഴമാകുമ്പോൾ അതിനനുസരിച്ച് കേക്ക് നല്ല സോഫ്റ്റും മോയിസ്റ്റും ആയിട്ട് വരും. ഇനി നമ്മൾ ഈ പഴം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇങ്ങനെ ഉടച്ചെടുക്കുക. ഞാനിപ്പോൾ ഈ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ പറയുന്ന അളവുകൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണേ. ഇനി പഴം നന്നായിട്ട് ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടിച്ചതാണ്. 3/4 കപ്പ് ശർക്കര പൊടിച്ചതാണ്. ഇത് ഓർഗാനിക് ജാഗ്രി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളിൽ സാധാ ശർക്കര ഉണ്ടെങ്കിൽ അത് ചീകി എടുത്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ അലിയിച്ചെടുത്താലും മതി. ശർക്കര പാനിയാക്കിയിട്ട് ചേർക്കുമല്ലോ, അങ്ങനെ ചേർത്താലും മതി. ഞാനിപ്പോൾ 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉരുക്കിയ ശർക്കരയാണെങ്കിൽ 3/4 കപ്പ് ഉരുക്കിയ ശർക്കര ചേർത്താൽ മതിയാകും. അതും കൂടി ചേർത്തിട്ട് നമ്മൾ എന്തെന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അതേ അളവിൽ തന്നെയാണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മൊത്തത്തിൽ തന്നെ ബട്ടർ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അതുപോലെ തന്നെ മൊത്തത്തിൽ തന്നെ ഓയിൽ ചേർത്താലും കുഴപ്പമില്ല. ബട്ടർ ചേർക്കുമ്പോൾ മെൽറ്റഡ് ആയിട്ട് ചേർക്കണം. അപ്പോൾ ഓയിലിന് പകരം മെൽറ്റഡ് ബട്ടറായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ മൊത്തത്തിലായിട്ട് ഗീ ചേർത്ത് കൊടുക്കണ്ട. നെയ്യ് ചേർത്താന്ന് വെച്ചാൽ നെയ്ക്ക് നല്ല ഫ്ലേവറാണ്. അപ്പം കൂടുതലായിട്ട് നെയ്യിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നെയ്യിൻ്റെ അളവ് എപ്പോഴും കുറച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുന്ന നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 3 നേന്ത്രപ്പഴത്തിൻ്റെ അളവാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ 2 എണ്ണം ആണെങ്കിൽ അതിനനുസരിച്ച് അളവിൽ വ്യത്യാസങ്ങൾ വരുത്തണം. ഇതിപ്പോൾ 3 നേന്ത്രപ്പഴം ഉപയോഗിച്ച് ചെയ്യുന്ന കേക്കിൻ്റെ അളവാണ്. അപ്പോൾ മുട്ടയും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരുപാട് ഓവറായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാ ചേരുവകളും നന്നായിട്ട് മിക്സായി ബ്ലെൻഡായി കണ്ടോ ഇതുപോലെ വന്ന് കിട്ടിയാൽ മതിയാകും. ഈ രീതിയിൽ നന്നായിട്ട് ബ്ലെൻഡായി കഴിഞ്ഞാൽ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ്. അതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പകുതി അളവിലായിട്ട് പകുതി മൈദയും പകുതി ഗോതമ്പും അങ്ങനെ ചേർക്കാം. മൊത്തത്തിൽ ചേർത്താൽ അത്ര നന്നായിട്ടുണ്ടാവില്ല. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് മൈദപ്പൊടി ചേർത്തു. ഇനി അതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഷോട്ട് മിസ്സായി പോയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കിട്ടിയത്. ഇതിൻ്റെ അളവൊക്കെ ഞാൻ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. അതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സ്, അതായത് ഇപ്പോൾ ഏലക്ക പൊടി പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ടേസ്റ്റ് എക്സ്ട്രാ വരും. ഒരുപാട് ചേർക്കേണ്ട, ഒരു മൈൽഡ് ഫ്ലേവറായിട്ട് മാത്രം മതിയാകും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഫോൾഡിങ് മെത്തേഡിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടോ ഈ ഒരു രീതിയിൽ. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ കുറച്ചൊരു കട്ടിയായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ കട്ടി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് കട്ടിയാക്കി എടുക്കുകയാണ്. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ നമ്മളൊന്ന് പാലൊഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കട്ടിയൊന്ന് കുറച്ചിട്ട് എടുക്കാം. അപ്പോൾ കറക്റ്റ് പെർഫെക്റ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നട്ട്സും അതുപോലെ തന്നെ കുറച്ച് റൈസിൻസ്, കുറച്ച് ചോക്ലേറ്റിൻ്റെ പീസസ് ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. വാൽനട്ട് ഇതൊക്കെ ചോപ്പ് ചെയ്തതാണ്. അത് കുറച്ച് മൈദപ്പൊടിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായി വരുമ്പോൾ അടിയിൽ മാത്രമായിട്ടായിരിക്കും ഉണ്ടാവുക. എല്ലാ സ്ഥലത്തേക്കും ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മൈദപ്പൊടിയിൽ നമ്മൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത്. ഇത് നമുക്ക് അപ്പം തന്നെ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റണം. അപ്പം നമ്മളിത് തയ്യാറാക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രം ഏതാണോ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുത്ത് വെക്കണം. പിന്നെ എപ്പോഴും പറയുന്നതാണ് ബട്ടർ പേപ്പർ നന്നായിട്ട് വെച്ചിരിക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് കിട്ടുക. കൂടുതലും ബട്ടർ പേപ്പർ തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ഉപയോഗിച്ച് ഡസ്റ്റ് ചെയ്തിട്ടും ചെയ്യാം. അതിൻ്റെ മെത്തേഡൊക്കെ ഞാൻ ഇതിന് മുന്നേ പല ബേക്കിങ്ങിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി മുകളിൽ അതായത് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് തട്ടി കൊടുക്കുക, എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ പീസസും വെച്ച് കൊടുത്തിട്ടുണ്ട്. നട്ട്സ്, വാൽനട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ബനാനയും വാൽനട്ടും നല്ലൊരു കോമ്പിനേഷനാണ്. ഇതൊരു ബനാന വാൽനട്ട് കേക്കാണ്.
അപ്പോൾ ഇനി ഇത് ഓവൻ ഇല്ലാതെയാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്തൊരു പാത്രത്തിൽ ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ വെച്ചിരിക്കുകയാണ്. 1 മണിക്കൂറാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ നമ്മൾ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ എന്തായാലും ബേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത് ബേക്കായി വന്നു കഴിഞ്ഞാൽ അറിയാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിൽ ഇങ്ങനെ ഒരു ക്രാക്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ എന്താ വെച്ചാൽ അത് അങ്ങനെ ഉണ്ടാവണം ഈ ഒരു കേക്കിന്. ബനാന കേക്ക് ആയതുകൊണ്ട് തന്നെ ആ കേക്ക് പെർഫെക്റ്റായിട്ട് ബേക്കായി എന്നുള്ളതിൻ്റെ ഒരു സൈനാണ് ഇതുപോലെ ഇങ്ങനെ ക്രാക്ക് വരുന്നത്. അപ്പോൾ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മളിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിത് കേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കേണ്ടതും കട്ട് ചെയ്തെടുക്കേണ്ടതും. അത് എല്ലാ കേക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഓവർനൈറ്റ് ഒന്ന് നല്ലോണം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ. പിന്നെ നമ്മൾ ചേർക്കുന്ന ശർക്കര പൊടിച്ചതുണ്ടല്ലോ, അതിന് പകരം ബ്രൗൺ ഷുഗർ ചേർക്കണം. ബ്രൗൺ ഷുഗർ ചേർക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു കളർ കിട്ടാണ്ട്. ഈ കേക്കിൻ്റെ കളർ എന്ന് പറയുന്നത് ഇത്രയും നല്ലൊരു ബ്രൗൺ കളർ കിട്ടാനുള്ള കാരണം ആ ശർക്കരേൻ്റെ കളറാണ്. അതേപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്നത് ബ്രൗൺ ഷുഗറാണ് കേട്ടോ. ബ്രൗൺ ഷുഗർ എല്ലാം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലെ ചേരുവ തന്നെയാണല്ലോ ശർക്കര എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റും ആണല്ലോ. അത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു കേട്ടോ. കണ്ടോ, നല്ലതുപോലെ ചൂടാറിയതിന് ശേഷമാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കണ്ടോ, നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല മോയിസ്റ്റാണ്. പഴം കുറച്ചും കൂടെ പഴുത്താണെങ്കിൽ കുറച്ചും കൂടെ മോയിസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് തന്നെ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താ പറയുക, ഇത് പ്ലം കേക്കിൻ്റെ പോലെയൊക്കെ ടേസ്റ്റാണ് വെച്ചാണ്, പക്ഷെ എന്നാലും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ബനാന അതുപോലെ വാൽനട്ട് കേക്കാണ്. വാൽനട്ടും ബനാനയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ ചേർത്തിരിക്കുന്നത്, ഇടയിലൊക്കെ ഞാൻ വാൽനട്ട്സും അതുപോലെ നട്ട്സൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സും ഒക്കെ അതിനകത്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ ബനാന ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവർ കഴിക്കുന്നതാണ്. അപ്പോൾ ബനാന കേക്കാണെന്നൊന്നും പറയണ്ട, നോർമൽ കേക്കാണെന്ന് പറഞ്ഞാലും മതി. ഇനി ക്രീമൊക്കെ ചേർത്ത് കഴിക്കാനാണെങ്കിൽ അങ്ങനെയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. ഈ ന്യൂ ഇയറിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. പിന്നെ ഇതുപോലെ ഇതിന് മുന്നേ ഞാൻ പ്ലം കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ഞാനിതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അതും ഒരു വെറൈറ്റി രീതിയിൽ തയ്യാറാക്കിയ പ്ലം കേക്കാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേറെ കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ. നമുക്ക് ഷുഗർ ക്യാരമലൈസ് ചെയ്യേണ്ടതോ അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതുപോലെ ഇതൊന്നും സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും പ്ലം കേക്കിൻ്റെ അതേ മോഡൽ ടേസ്റ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊക്കെ തയ്യാറ് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ. അത് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാല്ലാ റെസിപ്പിയുടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് മെറി ക്രിസ്മസ്.